കിർണ ഹിൽസ് ഇന്ത്യ ആക്രമിച്ചു എന്ന് ഇന്ത്യ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ CIAക്ക് ഇപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് അവസാനിപ്പിക്കാൻ ഇടപെട്ടത്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ 4 ദിവസത്തെ യുദ്ധം അവസാനിക്കാൻ ഇടപെട്ടത് അമേരിക്കയാണ്, ട്രംപ് ആണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തന്നെ സമ്മതിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയല്ല, ഇന്ത്യയുടെ ഈ ഒരു തിരിച്ചടിയോട് കൂടിയാണ് ഈ യുദ്ധം അവസാനിച്ചത് എന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. किराना पहाड़ी में सुबह अटैक हो गया, मजार अटैक होया, दूजे एक और अटैक हो गया, मुसलसल अटैक हो रहे किराना पहाड़ी तुम किराना पहाड़ी के सामने चौकी सी आर्मी छोटी उसे अटैक होया, मजार अटैक सामने लाइन देख रहे हो, मजाल जी है। या अल्लाह खैर। दो अटैक हो गए, दो अटैक, दो मिसाइल फायर हुए अभी। അതായത് ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ്? ഒരു കുന്നിൻ പ്രദേശത്ത് കുന്നുകൾക്ക് മുകളിലേക്ക് വലിയ തോതിൽ മിസൈലുകൾ വന്ന് പതിക്കുന്നു, പുകയുയരുന്നു, ആൾക്കാർ അല്ലാ അല്ലാ എന്ന് വിളിക്കുന്നു. ഇത് തന്നെയാണ് വീഡിയോയിലുള്ളത്. കൃത്യമായിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു റിപ്പോർട്ടും കാണിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല കിർണ കുന്നുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് സ്റ്റോക്ക് പൈൽസ് വെച്ചിരിക്കുന്ന കിർണ കുന്നുകളിലെ അവരുടെ രഹസ്യ സങ്കേതത്തിനകത്തേക്കുള്ള വാതിലിൽ ചെന്നാണ് ഈ 3 മിസൈലുകൾ പതിക്കുന്നത്. ഇതോടുകൂടി തന്നെ അവിടെ വലിയ അണുവികിരണം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അറ്റോമിക് എനർജി ഏജൻസിയുടെ വിമാനം പാകിസ്ഥാനിൽ വന്നതായിട്ടും ആ സമയത്ത് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ പറയുന്ന ഈജിപ്തിലെ നൈൽ നദീതടത്തിൽ നിന്നുള്ള ഈ ആണവ വികിരണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് അവിടേക്ക് കൊണ്ടുവന്നുവെന്നും വലിയ ചരക്ക് വിമാനത്തിൽ അതെത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളത്. 7 വർഷം എടുക്കുമെന്നാണ് പറയുന്നത് അവരുടെ ഈ പറയുന്ന നശിച്ചുപോയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർപോർട്ടുകളും അവരുടെ യുദ്ധസാമഗ്രികളും എല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത്ര കനത്ത ആക്രമണമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പൊളിയുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പൊളിഞ്ഞത്, പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞില്ല സീസ്ഫയറിലേക്ക് പോയത് അവരുടെ ഒരു കീഴടങ്ങൽ ട്രംപിൻ്റെ ഇടപെടലോടുകൂടിയായിരുന്നു എന്ന് പറഞ്ഞത് പൊളിഞ്ഞു. ട്രംപാണ് യുദ്ധം നിർത്തിയെന്നുള്ള വാദം പൂർണ്ണമായും തകർന്നു. പിന്നെ കിർണ ഹിൽസിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വാദവും തകരുകയാണ്. കാരണം വീഡിയോ അടക്കം പുറത്തു വരികയാണ്, CIAയുടെ റിപ്പോർട്ട് വെളിയിൽ വരുന്നു. എന്തായാലും പാകിസ്ഥാന് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു. അവരുടെ ആണവ കേന്ദ്രം അതൊരു ആണവ രാജ്യമാണ് എന്നതിന് പറയാൻ പോലും കഴിയില്ല. കാരണം അതിൻ്റെ കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ നശിച്ചു പോയിരിക്കുന്നു, മണ്ണിനടിയിലാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ എത്ര കാഷ്വാലിറ്റി ഉണ്ടായി, എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയുള്ള വിവരം പോലും വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, അമേരിക്കയ്ക്ക് പൊള്ളിയത് എന്തുകൊണ്ടാണ്? നമ്മൾ നൂർഖാൻ എയർബേസ് അടിച്ച് തകർത്തതുകൊണ്ടാണ്. അങ്ങനെ അടിച്ച് തകർത്തതോടുകൂടി തന്നെ പാകിസ്ഥാന് ഒരു ബന്ധവുമില്ലാത്ത, പാകിസ്ഥാൻ അകത്തേക്ക് പ്രവേശനം പോലും ഇല്ല, സൈനികർക്കൊന്നും അതിനകത്ത് യാതൊരു പ്രവേശനവും ഇല്ലാത്ത നൂർഖാൻ എയർബേസ് അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിലാണ് ഇന്ത്യ അടിച്ച് തകർത്തത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി വരുമ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടു. ഇനി പാകിസ്ഥാനെ ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അവിടുത്തെ ജനതയെ പോലെ അവർ പറ്റിച്ചു. അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ അവകാശവാദങ്ങൾ, 6 വിമാനങ്ങൾ തകർത്തു എന്നൊക്കെയാണ് അവകാശവാദം പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല. അവിടുത്തെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ തോതിൽ അവിടുത്തെ ജനങ്ങൾ ഇടപെടുകയും അവർ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ തകർത്തു, എവിടെ ഇന്ത്യ തകർത്തു, നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണിക്കും. ഞങ്ങൾ തന്നെ എടുത്ത വീഡിയോ ഉണ്ട്. പാകിസ്ഥാനകത്തേക്ക് 100 കണക്കിന് മിസൈലുകൾ വന്ന് പതിക്കുന്ന, സൈനിക കേന്ദ്രങ്ങൾ കത്തിച്ചാമ്പലാകുന്ന, എയർബേസുകൾ തകർന്നു പോകുന്നതിൻ്റെ വീഡിയോ പ്രാദേശികമായി ജനങ്ങളെടുത്ത വിഷ്വലുകളുണ്ട്. നമ്മൾ എത്രയോ വീഡിയോകൾ കണ്ടതാണ്. പാകിസ്ഥാൻ്റെ പല പ്രദേശവും മിസൈലുകൾ വീണ് തകരുകയും ജനങ്ങൾ നിലവിളിക്കുകയും പേടിച്ചിട്ട് നിലവിളിക്കുകയും ചെയ്യുന്നത്. ഈ പറയുന്ന
ഭീകരരുടെ മൃതദേഹങ്ങൾ എടുത്ത് വെച്ച് അവിടെ സൈനികമായിട്ടുള്ള മറ്റേ സൈനിക ആചാരപ്രകാരം അന്ത്യോപചാരമൊക്കെ അർപ്പിക്കുന്ന വീഡിയോയും ഒക്കെ വെളിയിൽ വന്നതാണ്. അപ്പോൾ എന്താണ് ഇവർ ചെയ്തത്? ഇവരവിടുത്തെ ജനങ്ങളെ തന്നെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ സർവാധികാരിയായിട്ട് CDF, ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ്, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണെങ്കിൽ 3 സൈന്യത്തിൻ്റെ മേധാവിയാവുകയാണ് ചെയ്യുന്നത്. ഇതല്ല, പകരം ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് രാജ്യത്ത് സർക്കാരിൻ്റെ കീഴിലുള്ള പാകിസ്ഥാനിലുള്ള സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, അതായത് ATMന് കാവൽ നിൽക്കുന്ന സർക്കാരിൻ്റെ സെക്യൂരിറ്റി ആണെങ്കിൽ അവൻ മുതൽ അവിടുത്തെ ന്യൂക്ലിയർ വെപ്പൻ്റെ വരെയുള്ള അധികാരി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആണ്. സ്റ്റാഫ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സൈനികമായിട്ടുള്ള ഒരു അധികാരം മാത്രമേ വരുള്ളൂ. ഇത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഫോഴ്സിൻ്റെ, പോലീസ്, പാരാമിലിറ്ററി, അറ്റോമിക് എനർജി, അത് തുടങ്ങിയ സകലതിൻ്റെയും അധികാരിയായിട്ട് അസിം മുനീറിനെ നിയമിച്ചിരിക്കുകയാണ്. അവിടെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. പക്ഷേ അവിടെ ഒരു നിർണായകമായിട്ടുള്ള കാര്യമുണ്ട്. അവരുടെ ആണവോർജ്ജം അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ അധിപൻ എന്ന് പറയുന്ന ഒരു സ്ഥാനവും കൂടി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിനുണ്ട്. ആ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ ആ പൊസിഷന് യാതൊരു വിലയുമില്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. കാരണം കിർണ ഹിൽസിലുണ്ടായിരുന്ന സ്റ്റോക്ക് പൈലുകൾ മുഴുവനും മണ്ണിനടിയിലായിരിക്കുന്നു. അവിടെ അണുവികിരണം ഉണ്ടായിരിക്കുന്നു, ആണവ ചോർച്ച ഉണ്ടായിരിക്കുന്നു, അവരുടെ ആണവായുധങ്ങൾ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആണവ ശക്തിയാണ് പാകിസ്ഥാൻ എന്നിനി പറയാൻ കഴിയില്ല. അപ്പോൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് വലിയ ഭയവുമുണ്ട്. പാകിസ്ഥാന് വലിയ ഭയമാണുള്ളത്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ ഈ പറയുന്ന സർവ്വസൈന്യ ശക്തിയും ഏകോപിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു അടി വന്നാൽ പ്രതിരോധിക്കണമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. കാരണം അവർ പൊറുതിമുട്ടിയിരിക്കുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങളും വിദേശ പ്രശ്നങ്ങളും കൊണ്ട്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, അവരുടെ പാകിസ്ഥാനിലുള്ള ഭീകരവാദ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ഒരാൾ ബംഗ്ലാദേശിയായിരുന്നു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിൽ അവരുടെ സൈന്യവുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിലുമൊക്കെ കൊല്ലപ്പെട്ടവരിൽ ബംഗ്ലാദേശികളുണ്ട്. ബംഗ്ലാദേശികൾ വലിയ തോതിൽ പാകിസ്ഥാൻ തലവേദനയായിക്കൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ തീവ്രവാദത്തിനെ വളർത്തിയത് പാകിസ്ഥാനാണ്. അപ്പോൾ അതൊന്ന്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാമെന്നുള്ള സിന്ധുദേശിൻ്റെയും ഈ പറയുന്ന ബലൂചിസ്ഥാൻ്റെയും ഒക്കെ വിട്ടുമാറണം, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് ഞങ്ങൾക്ക് മാറണം, പാകിസ്ഥാനുമായിട്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വാദം. 3, ഈ പറയുന്ന പ്രാദേശികമായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. ആ പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, അതായത് കാശ്മീരിൽ പാക് കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ അടക്കമുള്ള മേഖലയിൽ അവർ നടത്തുന്ന വലിയ പ്രക്ഷോഭം, അവിടുത്തെ ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭം. ആദ്യം സർക്കാരിനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഹർത്താലുകളും നടത്തി. സർക്കാർ ചെവിക്കൊണ്ടില്ല. അവർ വലിയ പ്രക്ഷോഭം, അതായത് പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ വൻതോതിൽ വിന്യസിച്ചു കൊണ്ടിട്ടാണ് അവിടെ ഇപ്പോൾ സമാധാനം നിലനിർത്തിയിരിക്കുന്നതെന്നാണ്. എങ്കിലും അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. കാരണം ജീവിതം അസഹനീയമായിരിക്കുന്നു. ഇവിടെ എന്താ, അവർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് എത്തി നോക്കുകയാണ്. ഈ LOCക്ക് അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അതാ ഇന്ത്യയുടെ കാശ്മീർ മേഖലയിൽ ആൾക്കാർ സുഖമായി ജീവിക്കുന്നു. ബാരാമുള്ള വരെ ട്രെയിൻ എത്തുന്നു. വലിയ തോതിലുള്ള വികസനം വരുന്നു. കുട്ടികൾക്ക് സബ്സിഡിയും ഈ പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം കിട്ടുന്നു. അവർക്ക് സ്കോളർഷിപ്പുകൾ കിട്ടുന്നു. അവർ നന്നായിട്ട് പഠിക്കുന്നു. മെഡിക്കൽ കോളേജുകൾ വരുന്നു. ഈ പറയുന്ന ടൂറിസം വളരുന്നു. അപ്പം ഞങ്ങൾക്കൊന്നും കിട്ടില്ല, ഞങ്ങൾ അവഗണനയിലാണ്, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ പോയാൽ പോരായിരുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കേണ്ടവരില്ലായിരുന്നു, നിങ്ങൾ ഞങ്ങളെ പിടിച്ചു വെച്ചിട്ട് എന്താണ് ഞങ്ങൾക്ക് തന്നതെന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഗതികേടിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്ത് മാറും. ഇങ്ങനെ ആഭ്യന്തരമായിട്ട് 100 കണക്കിന് പ്രശ്നങ്ങൾ. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ പറയുന്ന കിർണ ഹിൽസിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ്റെ കാര്യങ്ങളും പുറത്തു വരുന്നു. ജനങ്ങൾക്ക് സർക്കാരിന്മേൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഒരു ഏകാധിപതി ഉണ്ടായി വരുന്നു. ഇങ്ങനെ 100 കണക്കിന്. അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ജയിലിൽ അടച്ചിരിക്കുന്നു. ജയിലിൽ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. അങ്ങനെ ആകെ അരക്ഷിതമായിട്ട് എല്ലാം കൊണ്ടും തോൽവിയടഞ്ഞ ഒരു രാജ്യത്തിൻ്റെ തോൽവിയുടെ തെളിവുകൾ കൂടി ഒന്നൊന്നായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പാകിസ്ഥാന് മാത്രമല്ല, ട്രംപിന് കൂടി ഇത് തിരിച്ചടിയാണ്. കാരണം ട്രംപ് അവകാശപ്പെട്ടതെല്ലാം വെറും കള്ളമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. അതായത് കിർണ ഹിൽസിലുണ്ടായ തിരിച്ചടി പാകിസ്ഥാന് മാത്രമല്ല, അസിം മുനീറിന് മാത്രമല്ല, ഇത് ട്രംപിന് കൂടി ഏറ്റ അടിയായിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു നിന്നവർ, ഇവിടെ രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ എവിടെ തെളിവ് എവിടെയെന്ന്. ഇതാണ് തെളിവ്. പാകിസ്ഥാനിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന തെളിവ്. നമ്മളല്ല തെളിവ് കൊടുക്കേണ്ടത്. അവരില്ല എന്ന് തെളിയിക്കണമായിരുന്നു. അവർക്കില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. കാരണം ആക്രമണങ്ങളുടെ തെളിവുകൾ വന്നു. കിർണ ഹിൽസിൽ ബോംബ് വീഴുന്നതിൻ്റെ, ഈ ബ്രഹ്മോസ് പതിക്കുന്നതിൻ്റെ തെളിവുകൾ വന്നു. നൂർഖാൻ എയർബേസ് ആകെ നിന്ന് കത്തി. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ സമ്പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടിയിൽ
പരാജയപ്പെട്ടുവെന്നും ആ അടി ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്നും അവർ തകർന്നടിഞ്ഞുവെന്നും അവരുടെ ആണവശക്തി ഇല്ലാതായി എന്നുള്ളത് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിൻ്റെ തെളിവാണ് ഇതാ ഈ വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.